ഹായ് ഹലോ കുട്ടികളെ, എല്ലാവർക്കും ഫിറ്റ്നസ് ബോക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഫസ്റ്റത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മധ്യകാല ഇന്ത്യ എന്ന് പറയുന്ന ഒരു പാഠഭാഗമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ് ആദ്യമായിട്ട് കാണുന്നവർ, നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ മക്കളെ. അപ്പോൾ നമുക്ക് പാഠഭാഗത്തോട്ട് കടക്കാം. നോക്കൂ, 2 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. താഴെ എന്താണ് കൊടുത്തിട്ടുള്ളത്? മുകളിൽ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കുക. മധ്യകാല ഇന്ത്യയിൽ ഭരണം നടത്തിയ 2 രാജ്യങ്ങളുടെ ചരിത്ര ശേഷിപ്പുകളാണ് ഇവ. ഇതിൽ ആദ്യത്തേത് നിങ്ങൾക്ക് പരിചയമുണ്ടാകുമല്ലോ. സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി ഇവിടെ ദേശീയ പതാക ഉയർത്തുന്നത് നിങ്ങൾ കണ്ടിരിക്കും. മുഗൾ ചക്രവർത്തിയായ ഷാജഹാന്റെ ഭരണകാലത്ത് ഡൽഹിയിൽ നിർമ്മിച്ച ചെങ്കോട്ടയാണിത്. ഇതേ കാലത്ത് ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന വിജയനഗരത്തിന്റെ തലസ്ഥാനമായ ഹംപിയുടെ ചിത്രമാണ് രണ്ടാമതായി കാണുന്നത്. ഈ 2 രാജ്യങ്ങളെ കുറിച്ചാണ് ഈ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഏതൊക്കെ ചിത്രമാണത്? മുഗൾ ചക്രവർത്തിയായിട്ടുള്ള ഷാജഹാന്റെ ഭരണകാലത്ത് ഡൽഹിയിൽ നിർമ്മിച്ച ചെങ്കോട്ടയും അതേ കാലഘട്ടത്തിൽ തന്നെ ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന വിജയനഗരത്തിന്റെ തലസ്ഥാനമായ ഹംപിയും, അതിന്റെ 2ന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ചെങ്കോട്ടയെ കുറിച്ചും ഹംപിയെ കുറിച്ചൊക്കെ ഒന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ചെങ്കോട്ട 1648 മുഗൾ ചക്രവർത്തിയായ ഷാജഹാന്റെ ഭരണകാലത്ത് ഡൽഹിയിൽ നിർമ്മിച്ചതാണ് ചെങ്കോട്ട അഥവാ റെഡ് ഫോർട്ട്. യമുന നദിയുടെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് ലാൽ കില എന്നും അറിയപ്പെടുന്നു. ഇന്തോ പേർഷ്യൻ വാസ്തുവിദ്യയാണിത്. 2007 യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായി റെഡ് ഫോർട്ടിനെ പ്രഖ്യാപിച്ചു. സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി ഇവിടെ ദേശീയ പതാക ഉയർത്തുന്നു. ഇതൊക്കെയാണ് ചെങ്കോട്ടയുടെ പ്രത്യേകതകൾ. ഇനി ഹംപിയെ കുറിച്ച് നോക്കൂ. വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന പുരാതന നഗരമാണ് ഹംപി. തുംഗഭദ്ര നദിയുടെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ദ്രാവിഡ വാസ്തുശില്പ കലാരീതിയാണ് ഹംപിയുടേത്. ഹംപിയെ യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചുകൊണ്ട് കേട്ടോ. മുഗൾ ഭരണം 1526 മുഗൾ ഭരണം സ്ഥാപിച്ചത് ബാബറാണ്. 1857 വരെ ഡൽഹി കേന്ദ്രമാക്കി ഇന്ത്യ ഭരിച്ച മുഗൾ ഭരണകാലത്തെ പ്രധാന ഭരണാധികാരികൾ ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? അപ്പോൾ ഇവിടെ എന്താണ്, ഒരു പദസൂര്യൻ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിൽ എന്താ പറയുക, ഡൽഹി കേന്ദ്രമാക്കിയിട്ട് ഇന്ത്യ ഭരിച്ച 1857 വരെ ഡൽഹി കേന്ദ്രമാക്കി ഇന്ത്യ ഭരിച്ച മുഗൾ ഭരണകാലത്തെ പ്രധാന ഭരണാധികാരികളെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. ആരൊക്കെയാണ്? ബാബർ 1526 മുതൽ 1530 വരെ. ഹുമയൂൺ 1530 മുതൽ 1540 വരെ. പിന്നെ 1555 മുതൽ 1556 വരെ. അക്ബർ 1556 മുതൽ 1605 വരെ. ജഹാംഗീർ 1605 മുതൽ 1627 വരെ. ഷാജഹാൻ 1628 മുതൽ 1658 വരെ. ഔറംഗസേബ് 1658 മുതൽ 1707 വരെ. അപ്പോൾ ഇതൊക്കെ ഈ ഒരു വർഷമൊക്കെ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. എക്സാമിനൊക്കെ ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ടാവും. ഈ ഒരു വർഷങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ ഓർത്ത് വെക്കട്ടോ, നന്നായിട്ടൊന്ന് പഠിക്കുക. ഇനി പദസൂര്യനിൽ നിന്ന് പ്രധാനപ്പെട്ട മുഗൾ ചക്രവർത്തിമാർ ആരൊക്കെയായിരുന്നെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞുവല്ലോ. മുഗൾ രാജാക്കന്മാരുടെ ചിത്രങ്ങൾ ശേഖരിച്ച് ഒരു ആൽബം തയ്യാറാക്കൂ. അപ്പോൾ എന്താണ് മക്കളെ, ആ ചിത്രം കിട്ടാൻ അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും മുഗൾ രാജാക്കന്മാരുടെ ചിത്രങ്ങൾ. അത് ശേഖരിച്ചിട്ട് ഒരു ആൽബം തയ്യാറാക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കണ്ടെത്താൻ പ്രയാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ടീച്ചറുടെ ചിത്രം കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പ്രിന്റ് എടുക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ കുഴപ്പമില്ല, ഗൂഗിളിൽ സെർച്ച് ചെയ്താലൊക്കെ കിട്ടും കേട്ടോ. വളരെ വിസ്തൃതമായ രാജ്യമായിരുന്നു മുഗളരുടേത്. ഇന്നത്തെ ഇന്ത്യക്ക് പുറമെ അയൽരാജ്യങ്ങളിലേക്കും മുഗൾ ഭരണം വ്യാപിച്ചിരുന്നു. താഴെ നോക്കൂ, ഔറംഗസേബിന്റെ കാലത്തെ മുഗൾ രാജ്യത്തിന്റെ ആ ഒരു ചിത്രമാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. കണ്ടില്ലേ? ഏതാണ് മുഗൾ രാജ്യം? 1707 നമ്മുടെ ഒരു ഭൂപടമാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഭൂപടത്തിൽ നിന്നും ഇന്നത്തെ ഏതെല്ലാം രാജ്യങ്ങളിൽ മുഗൾ ഭരണം വ്യാപിച്ചിരുന്നു എന്ന് കണ്ടെത്തി പട്ടികപ്പെടുത്തുക. അപ്പോൾ ഒന്നവിടെ തന്നിട്ടുണ്ട് അല്ലേ, ഏതാണ്? അഫ്ഗാനിസ്ഥാൻ. ഇനി ബാക്കി ഏതൊക്കെയാണ്? പാകിസ്ഥാന്, നേപ്പാള്, ബംഗ്ലാദേശ്. നമുക്ക് ആ ഭൂപടം നോക്കിയിട്ട് തന്നെ കണ്ടെത്താം കേട്ടോ. ഇനി മുഗളരും ഒന്നാം പാനിപ്പത്ത് യുദ്ധവും. മംഗോൾ എന്ന പദത്തിൽ നിന്നാണ് മുഗൾ എന്ന പേര് ഉദ്ഭവിച്ചത്. മുഗൾ രാജ്യസ്ഥാപകനായ ബാബർ പിതാവ് വഴി തുർക്കി ഭരണാധികാരിയായിരുന്ന തിമൂറിന്റെയും മാതാവ് വഴി മംഗോൾ രാജാവായിരുന്ന ചെങ്കിസ് ഖാന്റെയും പിൻഗാമിയായിരുന്നു. 16ാം നൂറ്റാണ്ടിൽ യൂറോപ്യരാണ് ഈ രാജവംശത്തെ മുഗൾ എന്ന് വിളിച്ചു തുടങ്ങിയത്.
ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായ ഇബ്രാഹിം ലോധിയും കാബൂളിലെ ഭരണാധികാരിയായിരുന്ന ബാബറും 1526 ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ച് ഏറ്റുമുട്ടി. ചരിത്രത്തിൽ ഇതിനെ ഒന്നാം പാനിപ്പത്ത് യുദ്ധമെന്ന് വിശേഷിപ്പിക്കുന്നു. ഈ യുദ്ധവിജയത്തിലൂടെയാണ് ബാബർ ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിച്ചത്. മുഗളരെയും അതുപോലെ തന്നെ ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തെയും കുറിച്ചുള്ള ചെറിയൊരു കുറിപ്പാണ് കേട്ടോ ഇത്. കിഴക്കിനെ വിറപ്പിച്ച അക്ബർ ചക്രവർത്തി നിര്യാതനായിരിക്കുന്നു. തീർച്ചയായും അക്ബർ മഹാനായ ചക്രവർത്തിയായിരുന്നു. ഒരേ സമയം പ്രജകളിൽ നിന്ന് സ്നേഹവും ബഹുമാനവും വിധേയത്വവും കൊണ്ട് തന്നെ ആജ്ഞാശക്തി നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. ഉയർന്ന താഴ്ന്ന വിഭാഗങ്ങളെന്ന തരംതിരിവില്ലാതെയും പരിചിത അപരിചിത വ്യത്യാസമില്ലാതെയും ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വ്യത്യാസമില്ലാതെയും തുല്യനീതി നടപ്പിലാക്കിയ, കരുത്തരോട് ശക്തമായും അശക്തരോട് കരുണയോടും പെരുമാറിയ സുൽത്താൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. ജസ്യൂട്ട് പാതിരി പിയറി ജാറിക് അക്ബർ ചക്രവർത്തിയുടെ മരണാനന്തരം CE 1605 എഴുതിയ അനുശോചന കുറിപ്പാണിത്. ഈ കുറിപ്പിൽ നിന്ന് മുഗൾ ചക്രവർത്തിയായിരുന്ന അക്ബറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് മക്കളെ മനസ്സിലാക്കാൻ കഴിയുന്നത്? ഒന്നിവിടെ കൊടുത്തിട്ടുണ്ട്, അക്ബർ അതിശക്തനായ ചക്രവർത്തിയായിരുന്നു അല്ലേ. പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്താണ്, താഴ്ന്ന വിഭാഗങ്ങളെന്നും തരംതിരിവില്ലാതെയൊക്കെ എന്താണ് അതുപോലെ പരിചിത അപരിചിത വ്യത്യാസമില്ലാതെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വ്യത്യാസമില്ലാതെയൊക്കെ തുല്യനീതി നടപ്പിലാക്കിയ ആളായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്തൊക്കെയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞതെന്ന്. അക്ബർ അതിശക്തനായ ചക്രവർത്തിയായിരുന്നു. ഉയർന്ന താഴ്ന്ന വിഭാഗങ്ങളെന്ന് തരംതിരിവില്ലാതെയും പരിചിത അപരിചിത വ്യത്യാസമില്ലാതെയും തുല്യനീതി നടപ്പിലാക്കി. ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വേർതിരിവില്ലാതെ എല്ലാവരെയും തുല്യമായി പരിഗണിച്ചു. കരുത്തരോട് ശക്തമായും അശക്തരോട് കരുണയോടുകൂടിയും പെരുമാറി. 1575 തന്റെ പുതിയ തലസ്ഥാനമായ ഫത്തേപൂർ സിക്രിയിൽ അക്ബർ ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചു. വിവിധ മതങ്ങളിലെ പണ്ഡിതരും പ്രമുഖരും ഇവിടെ ഒത്തുചേർന്നിരുന്നു. അക്ബർ പിന്തുടർന്നിരുന്ന സഹിഷ്ണുതാ നയത്തിന് ഇത്തരം ചർച്ചകൾ ഉത്തമ ഉദാഹരണങ്ങളാണ്. എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കി അക്ബർ രൂപം കൊടുത്ത ദർശനമാണ് ദിൻ ഇലാഹി, എല്ലാവർക്കും സമാധാനം അഥവാ സുൽഹ് ഇക്വൽ എന്നതാണ് ഈ ദർശനത്തിന്റെ കാതൽ. എല്ലാ ദർശനങ്ങളും മനുഷ്യരുടെ ക്ഷേമത്തിനു വേണ്ടിയുള്ളതാണ് എന്ന ആശയം വ്യക്തമാക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്താണ്, മുഗൾ രാജവംശത്തിലെ പ്രസിദ്ധനായ ഭരണാധികാരിയായിരുന്ന അക്ബർ വിവിധ മതസ്ഥരുമായിട്ട് ചർച്ച നടത്തുന്നതിന്റെ ഒരു ചിത്രമാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. താഴത്തെ ചിത്രം കണ്ടോ, ഇതാണ് ഫത്തേപൂർ സിക്രി. ജസിയ എന്ന മതനികുതി നിർത്തലാക്കിയത് ഭരണരംഗത്തും അക്ബർ സഹിഷ്ണുതാ നയം പിന്തുടർന്നിരുന്നു എന്നതിന് തെളിവാണ്. മുഗൾ ഭരണത്തിന്റെ എല്ലാ മേഖലകളിലും എല്ലാ മതസ്ഥരെയും തുല്യമായി പരിഗണിച്ചിരുന്നു. രാജാ ഡോഡർമാൾ, രാജാ മാൻസിംഗ്, രാജാ ഭഗവൻ ദാസ്, ബീർബൽ എന്നിവർ അക്ബർ ചക്രവർത്തിയുടെ രാജസദസ്സിൽ ഉന്നത സ്ഥാനം വഹിച്ചിരുന്നവരിൽ പ്രധാനികളാണ്. അക്ബർ ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചതിന്റെ ലക്ഷ്യം എന്തായിരുന്നു? കുറിപ്പ് തയ്യാറാക്കുക. ഈ അക്ബർ ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചതിന്റെ ലക്ഷ്യം എന്തായിരുന്നു? അതിനെ കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കണം. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ നേരത്തെ വായിച്ചിട്ടുള്ളതെന്നൊക്കെ കിട്ടും. ബാക്കി നിങ്ങൾ കണ്ടെത്തിയിട്ട് എഴുതണം. അതെങ്ങനെയാണ്? വ്യത്യസ്ത മതങ്ങളെ കുറിച്ച് പഠിക്കാനുള്ള ആകാംക്ഷയിൽ അക്ബർ 1575 ഫത്തേപൂർ സിക്രിയിൽ ഇബാദത്ത് ഖാന എന്നറിയപ്പെടുന്ന ഒരു പ്രാർത്ഥനാ ഹാൾ നിർമ്മിച്ചു. ഈ സ്ഥലത്ത് അദ്ദേഹം തെരഞ്ഞെടുത്ത മിസ്റ്റിക്സ്, ബുദ്ധിജീവികൾ, ദൈവശാസ്ത്രജ്ഞർ എന്നിവരെ ക്ഷണിക്കുകയും മതപരവും ആത്മീയവുമായ വിഷയങ്ങളെക്കുറിച്ച് ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു. ഹിന്ദുമതം, ഇസ്ലാം, സൊറാസ്ട്രിയനിസം, ക്രിസ്തുമതം തുടങ്ങിയ വിവിധ മതങ്ങളിൽ നിന്നുള്ള പണ്ഡിതന്മാരെയും നിരീശ്വരവാദികളെയും പോലും അദ്ദേഹം ക്ഷണിച്ചു. അദ്ദേഹം ഈ ആളുകളുമായി മതപരമായ സംവാദങ്ങൾ നടത്തി. മുൻകാലങ്ങളിൽ അവർ ഇബാദത്ത് ഖാന സന്ദർശിക്കുകയും അവരുടെ വിശ്വാസങ്ങൾ അക്ബറുമായി ചർച്ച ചെയ്യുകയും ചെയ്തു. പ്രാർത്ഥനാ ഹാളിലെ ഈ ചർച്ചകളുടെ ഫലം എല്ലാ മതങ്ങൾക്കും ഒരേ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നു എന്ന നിഗമനത്തിലേക്ക് അവരെ നയിച്ചു. എന്റെ അനുയായികൾ മറ്റ് മതവിഭാഗങ്ങളുമായി ശത്രുതയിൽ വർത്തിച്ചു. സമയം പാഴാക്കരുത്. ഇതര മതസ്ഥരോടുള്ള ബന്ധത്തിൽ സുൽഹ് ഈക്വൽ, എല്ലാവർക്കും സമാധാനം എന്ന ആശയം അനുവർത്തിക്കട്ടെ. മൃഗങ്ങളെ കൊല്ലുകയോ യുദ്ധസമയങ്ങളിലൊഴികെ ആയുധങ്ങൾ എടുക്കുകയോ ചെയ്യരുത്. അക്ബർ തന്റെ അനുയായികളോട് കൽപ്പിച്ചതായി മുഗൾ സുൽത്താനായിരുന്ന ജഹാംഗീർ തന്റെ ഓർമ്മക്കുറിപ്പായ തുസുക്കി ജഹാംഗീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ മുഗൾ ഭരണകാലത്ത് വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ മതസഹിഷ്ണുത നിലനിർത്താൻ അക്ബറിന്റെ നയങ്ങൾ എത്രമാത്രം സഹായകമായെന്ന് ക്ലാസ്സിൽ ഒരു ചർച്ച സംഘടിപ്പിക്കുക. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ ചർച്ച ചെയ്ത് എഴുതേണ്ട കാര്യങ്ങളാണത്. അതിലേക്ക് വേണ്ടിയിട്ട് ആ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ അതിൽ സൂചിപ്പിക്കാം? അക്ബർ ശക്തനായ ഒരു ഭരണാധികാരിയായിരുന്നു. എന്നാൽ അദ്ദേഹം ദയാലുവും നീതിമാനുമായിരുന്നു. എല്ലാവരുടെയും മേൽ ഇസ്ലാം അടിച്ചേൽപ്പിക്കുക എന്ന യാഥാസ്ഥിക ആശയത്തിൽ അദ്ദേഹം വിശ്വസിച്ചിരുന്നില്ല.
മതപരമായ സഹിഷ്ണുതയുടെ ലിബറൽ നയങ്ങൾ അക്ബർ സ്വീകരിക്കുകയും മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും ഇടയിൽ ഐക്യവും സമാധാനവും സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. മറ്റു മതങ്ങളുടെ വിശ്വാസങ്ങളെക്കുറിച്ച് അറിയാൻ ഇഷ്ടപ്പെട്ടതിനാൽ അക്ബർ വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ നിരവധി സംവാദങ്ങൾ സംഘടിപ്പിച്ചു. വിവിധ മതങ്ങൾക്കിടയിൽ വിവേചനം കാണിക്കാതിരിക്കുക, മതപരമായ സഹിഷ്ണുതയിലും സമാധാന ആശയങ്ങളും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നിവ അക്ബറിന്റെ മതപരമായ വീക്ഷണങ്ങളിൽ ഉൾപ്പെട്ടിരുന്നു. വിവിധ മതങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ആശയങ്ങൾ ചേർത്ത് ഒരു പുതിയ മതം രൂപീകരിക്കാൻ അക്ബർ തീരുമാനിച്ചു. സുൽ-ഇ-കുൽ എന്ന ഇതിനർത്ഥം സാർവത്രിക സമാധാനം എന്നാണ്. വിവിധ മതങ്ങൾക്കിടയിൽ സമാധാനം സ്ഥാപിക്കാനും അവർ പിന്തുടർന്ന മതവിശ്വാസങ്ങൾ പരിഗണിക്കാതെ എല്ലാവരോടും തുല്യ പരിഗണന പുലർത്താനും സുൽ-ഇ-കുൽ ഉദ്ദേശിച്ചു. അങ്ങനെ സുൽ-ഇ-കുൽ എന്ന തത്വത്തെ അടിസ്ഥാനമാക്കിയുള്ള ദിൻ-ഇ-ഇലാഹി എന്ന മതം അക്ബർ രൂപീകരിച്ചു. ദിൻ-ഇ-ഇലാഹി എന്നാൽ ദൈവത്തിന്റെ മതം എന്നാണ്. മതപരമായ സഹിഷ്ണുത വളർത്തുന്നതിന് ഇത് സഹായിച്ചു. മുഗൾ സൈന്യം. മുഗൾ കാലഘട്ടത്തിൽ രാജ്യം വിപുലമാക്കുന്നതിനും വിസ്തമാക്കപ്പെട്ട രാജ്യം നിലനിർത്തുന്നതിനും ശക്തമായ സൈന്യം ആവശ്യമായിരുന്നു. ഇതിനുവേണ്ടി അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായമാണ് മാൻസബ്ദാരി. ഈ സമ്പ്രദായം അനുസരിച്ച് ഓരോ ഉദ്യോഗസ്ഥന്റെയും കീഴിൽ ഒരു സൈനിക വ്യൂഹമുണ്ടായിരിക്കും. ഓരോ ഉദ്യോഗസ്ഥരും നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണത്തെയാണ് മാൻസബ് എന്ന പദവി സൂചിപ്പിക്കുന്നത്. നിലനിർത്തേണ്ട സൈനികരുടെ എണ്ണത്തിനനുസരിച്ചായിരുന്നു മാൻസബ്ദാരുടെ പദവി നിശ്ചയിച്ചിരുന്നത്. സർക്കാർ ഖജനാവിൽ നിന്ന് നേരിട്ട് പണം നൽകി സൈന്യത്തെ നിലനിർത്തുന്നതിന് പകരമാണ് ഈ സമ്പ്രദായം നടപ്പിലാക്കിയത്. മാൻസബ്ദാർമാർക്ക് അവരുടെ പദവിക്കനുസരിച്ച് ഭൂമി പതിച്ചു നൽകിയിരുന്നു. പ്രസ്തുത ഭൂമിയിൽ നിന്നുള്ള നികുതി പിരിച്ചെടുത്താണ് മാൻസബ്ദാർ തന്റെ സൈന്യത്തെ നിലനിർത്തിയിരുന്നത്. ഭരണം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രമുഖരുടെയും സൈനികരുടെയും പിന്തുണ ആവശ്യമായിരുന്നു. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിനായിരുന്നു മാൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത്. ഇനി മുഗളരുടെ മാൻസബ്ദാരി സമ്പ്രദായത്തെ കുറിച്ച് ക്ലാസ്സിലൊരു ചർച്ച സംഘടിപ്പിക്കാനാണ്. എങ്ങനെയാണ് ചർച്ചയിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്താം? മുഗൾ കാലഘട്ടത്തിൽ രാജ്യം വിപുലമാക്കുന്നതിനും വിസ്തൃതമാക്കപ്പെട്ട രാജ്യം നിലനിർത്തുന്നതിനും ശക്തമായ സൈന്യം ആവശ്യമായിരുന്നു. ഇതിനുവേണ്ടി അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായമാണ് മാൻസബ്ദാരി. ഈ സമ്പ്രദായം അനുസരിച്ച് ഓരോ ഉദ്യോഗസ്ഥന്റെയും കീഴിൽ ഒരു സൈനിക വ്യൂഹം ഉണ്ടായിരിക്കും. ഓരോ ഉദ്യോഗസ്ഥരും നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണത്തെയാണ് മാൻസബ് എന്ന പദവി സൂചിപ്പിക്കുന്നത്. നിലനിർത്തേണ്ട സൈനികരുടെ എണ്ണത്തിനനുസരിച്ചായിരുന്നു മാൻസബ്ദാരുടെ പദവി നിശ്ചയിച്ചിരുന്നത്. അടുത്തത് നോക്കൂ, മുഗൾ ഭരണരീതി. മുഗൾ കാലഘട്ടത്തിൽ ഭരണ സൗകര്യത്തിനായി സ്വീകരിച്ചിരുന്ന ക്രമീകരണം എന്തായിരുന്നു എന്ന് നോക്കാം. എന്തായിരുന്നു? മുഗൾ രാജ്യമാണ് അല്ലെ ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കൊടുത്തിട്ടുള്ളതിൽ അതിങ്ങനെ ഓരോ ക്രമീകരണം ഓരോ ഘട്ടങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ്? സൂബ, പിന്നെ സർക്കാർ, പർഗാന, ഗ്രാമം. ഇങ്ങനെയായിരുന്നു മുഗൾ കാലഘട്ടത്തിൽ ഭരണ സൗകര്യത്തിനായിട്ട് സ്വീകരിച്ചിരുന്ന ക്രമീകരണം. മുഗൾ ഭരണത്തിൽ അക്ബറിന്റെ കാലത്താണ് ഇത്തരത്തിലൊരു ഭരണക്രമം അല്ലെങ്കിൽ ഭരണഘടന ഫലപ്രദമായി രൂപപ്പെടുത്തിയത്. രാജ്യത്തിന്റെ പരമാധികാരിയും സർവ്വ സൈന്യാധിപനും നിർമ്മാതാവും അന്തിമ ന്യായാധിപനും ചക്രവർത്തിയായിരുന്നു. മുഗൾ കാലഘട്ടത്തിൽ നീതിന്യായ നിർവഹണത്തിനായി ഇന്നത്തെ പോലെ പ്രത്യേകതരം കോടതികൾ ഉണ്ടായിരുന്നില്ല. പകരം തദ്ദേശീയരായ മതപണ്ഡിതന്മാരാണ് അല്ലെങ്കിൽ ഖാസിമാര് തർക്കങ്ങളിൽ അന്വേഷണം നടത്തി തീർപ്പ് കൽപ്പിച്ചിരുന്നത്. ഈ തീരുമാനത്തിൽ അതൃപ്തിയുള്ളവർക്ക് ചക്രവർത്തിയോട് നേരിട്ട് പരാതി പറയാൻ അവസരമുണ്ടായിരുന്നു. ഭരണകാര്യങ്ങളിൽ രാജാവിന് ഉപദേശം നൽകുന്നതിനായി മന്ത്രിമാരെയും വകുപ്പ് അധ്യക്ഷന്മാരെയും നിയമിച്ചിരുന്നു. താഴെ ഒരു ചിത്രം കാണാം. എന്താണ്? അക്ബർ ചക്രവർത്തി ദിവാൻ ഇഖാസിലെ ജനങ്ങളുടെ പരാതി കേൾക്കുന്നതിന്റെ ഒരു ചിത്രമാണത്. ഇനി സാമൂഹ്യ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ച് നോക്കാം. മുഗൾ ഭരണകാലത്തെ സമൂഹത്തെക്കുറിച്ച് അക്കാലത്ത് ഇന്ത്യ സന്ദർശിച്ച യൂറോപ്യൻ സഞ്ചാരികളും വ്യാപാരികളും അവരുടെ യാത്രാ വിവരങ്ങളെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ്? ഫ്യൂഡൽ സാമൂഹ്യ വ്യവസ്ഥിതിയായിരുന്നു അന്ന് നിലനിന്നിരുന്നു എന്നത്. സമൂഹം പല തട്ടുകളായിട്ട് വിഭജിക്കപ്പെട്ടിരുന്നു. എങ്ങനെയാണ് വിഭജിക്കപ്പെട്ടിരുന്നത്? സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടില് സാധാരണക്കാരും ഏറ്റവും മുകളില് രാജാവുമായിരുന്നു കേട്ടോ. ജനങ്ങളുടെ ജീവിത നിലവാരം വേതനത്തെയും വരുമാനത്തെയും ആശ്രയിച്ചായിരുന്നു. രാജ്യത്തെ ജനങ്ങളിൽ ഭൂരിഭാഗവും എന്തായിരുന്നു? കർഷകരായിരുന്നു. അവർക്കിടയിൽ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു. ഓരോ ജാതിയിൽപ്പെട്ടവർക്കും അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരിയായ ഡവർണിയർ അന്നത്തെ സാമൂഹ്യാവസ്ഥയെക്കുറിച്ചും ജനങ്ങളുടെ ജീവിത രീതിയെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ സ്ഥലത്തെയും ജനങ്ങളുടെ ജീവിത രീതിയും ഭക്ഷണം, വസ്ത്രം എന്നിവയിൽ വളരെയധികം വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു. ബാബർ തന്റെ ഓർമ്മക്കുറിപ്പുകളിൽ അക്കാലത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന തൊഴിൽ വ്യവസ്ഥയെക്കുറിച്ചും ജാതിയെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആഗ്രയും ഫത്തേർപൂർ സിക്രിയും ലണ്ടൻ നഗരത്തെക്കാൾ വലുതും ജനനിബിഡവുമായിരുന്നു. ഏതാണ്ട് 12 മൈൽ ദൂരമുണ്ട് ഈ നഗരങ്ങൾ തമ്മിൽ. ഈ ദൂരം അത്രയും വഴി നീള ഭക്ഷ്യവസ്തുക്കളും മറ്റും വിൽക്കുന്ന അങ്ങാടികൾ കാണാം. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷുകാരനായ റാൽഫ് ഫിച്ച് ഇന്ത്യയിലെ 2 നഗരങ്ങളെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നതാണ് മുകളിൽ നൽകിയിരിക്കുന്നത്.
മുഗൾ ഭരണകാലത്ത് നാം എത്രത്തോളം സാമ്പത്തിക പുരോഗതി കൈവരിച്ചിരുന്നുവെന്ന് ഈ വിവരണം സൂചിപ്പിക്കുന്നു. സാമ്പത്തിക പുരോഗതിക്ക് അടിസ്ഥാനം കാർഷിക രംഗത്തെ നേട്ടങ്ങളായിരുന്നു. നെല്ല്, ഗോതമ്പ്, ബാർലി, കരിമ്പ്, പരുത്തി, എണ്ണക്കുരുക്കൾ തുടങ്ങിയവ കാലത്തെ പ്രധാന കാർഷിക ഉൽപ്പന്നങ്ങളായിരുന്നു. അബുൽ ഫസൽ തന്റെ പുസ്തകമായ ഐൻ ഇ അക്ബറിൽ ഇന്ത്യക്കാർ വ്യത്യസ്തങ്ങളായ നെല്ലിനങ്ങൾ കൃഷി ചെയ്തിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നികുതി കൊടുത്തിരുന്ന കാലം വരെ കർഷകനെ ഭൂമിയിൽ നിന്നും ഒഴിപ്പിച്ചിരുന്നില്ല. മുഗൾ കാലത്ത് സാങ്കേതിക വിദ്യകളുടെയും പുതിയ ഉപകരണങ്ങളുടെയും ഉപയോഗം കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തി. ജലസേചനത്തിനായി പേർഷ്യൻ ചക്രവും കനാലുകളും വ്യാപകമായി ഉപയോഗപ്പെടുത്തിയിരുന്നു. അബുൽ ഫസലിനെ കുറിച്ച് നോക്കാം. ആരാണ് അബുൽ ഫസൽ? മുഗൾ ഭരണകാലത്തെ മുഖ്യ ചരിത്രകാരനായിരുന്നു അബുൽ ഫസൽ. അക്ബറിന്റെ ഉപദേശകനും ജീവചരിത്രകാരനുമായിരുന്നു ഇദ്ദേഹം. ഐൻ ഇ അക്ബറി, അക്ബർ നാമ എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് ഇദ്ദേഹം. അപ്പൊ നമ്മൾ പേർഷ്യൻ ചക്രത്തെ കുറിച്ച് വായിച്ചു. ഇതാണ് കേട്ടോ പേർഷ്യൻ ചക്രം. പേർഷ്യൻ ചക്രത്തിന്റെ ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കാർഷിക രംഗത്തെ ഉൽപാദന വർധനവ് കച്ചവടത്തെയും നഗരവൽക്കരണത്തെയും ത്വരിതപ്പെടുത്തി. വിദേശ ചരക്കുകളുടെ പ്രവേശന കവാടമായിരുന്നു ഗുജറാത്ത്. തുണിത്തരങ്ങൾ, മസ്ലിൻ, പട്ട്, പഞ്ചസാര, അരി തുടങ്ങിയവയായിരുന്നു പ്രധാന കയറ്റുമതി ഇനങ്ങൾ. ജലഗതാഗതം കാര്യമായ പുരോഗതി കൈവരിച്ചു. ഇക്കാലത്തെ പ്രധാന നഗരങ്ങളായിരുന്നു ധാക്ക. ഇനി നോക്കൂ, മുഗൾ ഭരണകാലത്തെ നഗരങ്ങൾ ഇന്ന് ഏതെല്ലാം രാജ്യങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കുക. താഴെ ഒരു പട്ടിക തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ മുഗൾ ഭരണകാലത്തുണ്ടായിരുന്ന നഗരങ്ങൾ ഇന്ന് ഏതൊക്കെ രാജ്യങ്ങളാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അന്നത്തെ നഗരങ്ങൾ ഏതൊക്കെയാണ്? ധാക്ക, മുർഷിദാബാദ്, ലാഹോർ, സൂറത്ത്, ആഗ്ര. അതിൽ ധാക്ക ഇന്നത്തെ രാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ബാക്കിയുള്ളതൊക്കെ ഏതൊക്കെ രാജ്യങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ്? ധാക്ക ബംഗ്ലാദേശില്, മുർഷിദാബാദ് ഇന്ത്യയില്, ലാഹോർ പാകിസ്ഥാന്, സൂറത്ത് ഇന്ത്യ, ആഗ്ര ഇന്ത്യ. സാംസ്കാരിക സമന്വയം. താഴെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. എന്താണ്? രസ്നാമ എന്ന പുസ്തകത്തിന്റെ പുറംചട്ട. അതിൻ്റെ ഒരു ചിത്രമാണ് താഴെ കൊടുത്തിട്ടുള്ളത്. തുടർന്ന് വായിച്ചു നോക്കൂ. ചിത്രം ശ്രദ്ധിച്ചുവല്ലോ. മുഗൾ ഭരണകാലത്ത് പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട മഹാഭാരതത്തിന്റെ പുറംചട്ടയുടെ ചിത്രമാണിത്. മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാന്റെ മകനായ ദാരാ ഷുക്കോ ആണ് ഇത് പരിഭാഷപ്പെടുത്തിയത്. മുഗൾ വംശജർ ഇന്ത്യൻ സംസ്കാരവുമായി കൂടിച്ചേർന്നതിന്റെ ഉദാഹരണമാണിത്. ഇക്കാലത്ത് വിവിധ മേഖലകളിൽ സാംസ്കാരിക കൂടിച്ചേരലുകൾ നടന്നു. അത്തരത്തിലുള്ള സാംസ്കാരിക സമന്വയത്തിന്റെ ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. അതായത് ഈ ചിത്രം എന്താണ്? മഹാഭാരതത്തിന്റെ പുറംചട്ടയുടെ ചിത്രമാണ്. എങ്ങനെയുള്ള? മുഗൾ ഭരണകാലത്ത് പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ പേർഷ്യൻ ഭാഷയുടെ ആ ഒരു ലിപിയാണ് കേട്ടോ അവിടെ കാണുന്നത്. താജ്മഹൽ, ആഗ്ര കോട്ട, ചെങ്കോട്ട തുടങ്ങിയവ ഇന്ത്യയുടെയും മുഗളന്മാർ ഇവിടേക്ക് കൊണ്ടുവന്ന പേർഷ്യൻ വാസ്തുവിദ്യാ ശൈലിയുടെയും സമന്വയത്തിന് ഉദാഹരണങ്ങളാണ്. പേർഷ്യൻ, ഹിന്ദി ഭാഷകൾ കൂടിച്ചേർന്ന് പുതിയൊരു ഭാഷയായ ഉറുദു രൂപപ്പെട്ടതും ഇക്കാലത്താണ്. ഹിന്ദുസ്ഥാനി സംഗീതം ഉദ്ഭവിച്ചതും ഈ സമന്വയത്തിന്റെ ഭാഗമായിട്ടാണ്. താഴെ കണ്ടല്ലോ താജ്മഹലിന്റെ ചിത്രമുണ്ട്. പിന്നെന്താണ്? ആഗ്ര കോട്ട അല്ലെ. മുഗൾ ഭരണകാലത്ത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇത്തരത്തിലുള്ള സമന്വയത്തിന്റെ ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. അടുത്തത് നമുക്ക് വിജയനഗര ഭരണത്തെ കുറിച്ച് നോക്കാം. മധ്യകാലത്ത് ഡൽഹി കേന്ദ്രമാക്കി ഭരണം നടത്തിയ മുഗൾ രാജവംശത്തെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കിയല്ലോ. ഇക്കാലത്ത് ദക്ഷിണേന്ത്യയിലും വ്യത്യസ്ത രാജവംശങ്ങൾ നിലനിന്നിരുന്നു. അക്കൂട്ടത്തിൽ പ്രധാനപ്പെട്ടതാണ് വിജയനഗര രാജ്യം. വിജയനഗരവും ഹംപിയും. വിജയനഗരം അതായത് വിജയത്തിന്റെ നഗരം എന്ന് ഒരേ സമയം ഒരു നഗരത്തിന്റെയും രാജ്യത്തിന്റെയും പേരായിരുന്നു. CE 1565 ഈ നഗരം നശിപ്പിക്കപ്പെടുകയും തുടർന്നുള്ള നൂറ്റാണ്ടുകളിൽ അത് ജനമനസ്സുകളിൽ മാത്രം നിൽക്കുകയും ചെയ്തു. അവരുടെ ഓർമ്മയിൽ അത് ഹംപി എന്ന പേരിൽ നിലനിന്നു. 1800 കേണൽ മക്കൻസി എന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥരാണ് ഹംപിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. അതിലൂടെയാണ് വിജയനഗരത്തിന്റെ ചരിത്രത്തിലേക്ക് ഗവേഷകരുടെ ശ്രദ്ധ പതിഞ്ഞത്. അപ്പൊ വിജയനഗരം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വിജയത്തിന്റെ നഗരം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. ഒരേ സമയം ഒരു രാജ്യത്തിന്റെയും ഒരു നഗരത്തിന്റെയും പേരായിരുന്നു എന്ത്? വിജയനഗരം. കൃഷ്ണദേവരായരുടെ കാലത്തെ വിജയനഗരമാണ്. അതിൻ്റെ ഒരു ഭൂപടമാണ് കേട്ടോ. ഇന്ത്യയുടെ കണ്ടോ ഒരു ചുവപ്പ് കളറിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അതായിരുന്നു കൃഷ്ണദേവരായരുടെ കാലത്തുള്ള വിജയനഗരം. ഭൂപടം നിരീക്ഷിച്ച് വിജയനഗരത്തിൽ ഉൾപ്പെട്ട ഇന്നത്തെ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുക. എന്താണത്? ഭൂപടം നിരീക്ഷിക്കുക. നേരത്തെ കാണിച്ചു തന്നല്ലോ അല്ലെ. ആ പേജിൽ കാണുന്ന ഭൂപടം നിരീക്ഷിച്ച് വിജയനഗരത്തിൽ ഉൾപ്പെട്ട ഇന്നത്തെ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ കണ്ടെത്തിയിട്ട് പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഒരു ചുവപ്പ് കളർ കൊടുത്തതിലാണ് എന്താണ് ആ ഒരു ചുവപ്പ് കളർ കൊടുത്ത ഭാഗമാണ് വിജയനഗരം. അതിലുണ്ടാവും ഇന്നത്തെ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന്. ഏതൊക്കെയാണ് മക്കളെ?
അത് മനസ്സിലാക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? ഇന്നത്തെ ഇന്ത്യയുടെ ഭൂപടവും വിജയനഗരത്തിന്റെ രാജവംശത്തിന്റെ ആ ഒരു ഭൂപടം കൂടി തമ്മിൽ വെച്ച് നോക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാവും ഏതൊക്കെയാണ് കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന. അതൊക്കെയാണ് ഇന്നത്തെ ആ ഒരു സംസ്ഥാനങ്ങൾ. ഇനി വിജയനഗര രാജാക്കന്മാര്. സംഗമ രാജവംശം ആരൊക്കെയാണ്? ഹരിഹരൻ, ബുക്കൻ. സാലുവ വംശം നരസിംഹ സാലുവ. തുളുവ വംശം വീര നരസിംഹൻ കൃഷ്ണദേവരായർ. അരവിടു വംശം തിരുമല വെങ്കിട ഒന്ന് എന്നാണ് തോന്നുന്നത്, വെങ്കിട ഒന്ന്. ഹരിഹരൻ, ബുക്കൻ എന്നീ സഹോദരങ്ങളാണ് CE 1336 വിജയനഗരം സ്ഥാപിച്ചത്. ദക്ഷിണേന്ത്യയിലെ ശക്തവും സമ്പന്നവുമായ രാജ്യമായിരുന്നു വിജയനഗരത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയായിരുന്നു കൃഷ്ണദേവരായർ. അദ്ദേഹത്തിന്റെ ഒരു ഭരണം എപ്പോഴൊക്കെ ആയിരുന്നു? 1509 മുതൽ 1529 വരെ. അദ്ദേഹത്തെക്കുറിച്ചുള്ള യൂറോപ്യൻ സഞ്ചാരിയായ ബാർബോസ പറഞ്ഞ വാക്കുകൾ നമുക്ക് പരിചയപ്പെടാം. ഏതൊരാൾക്കും യാതൊരു അസ്വാരസ്യവുമില്ലാതെ ക്രിസ്ത്യാനിയെന്നോ ജൂതനെന്നോ മൂറെന്നോ കിരാതനെന്നോ വ്യത്യാസമില്ലാതെ തന്റെ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് വന്നു പോകുന്നതിനും ജീവിക്കുന്നതിനും യാതൊരു തടസ്സവുമില്ലാത്ത വിധം രാജാവ് സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നു. രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയും സമത്വം നിറഞ്ഞതാണ്. ആരാ പറഞ്ഞത്? ബാർബോസ, ഇന്ത്യ സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരി. കൃഷ്ണദേവരായരുടെ ഭരണകാലം രാജ്യവ്യാപനത്തിന്റെയും വികസനത്തിന്റെയും കാലഘട്ടമായിരുന്നു. ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ കാലത്ത് നടത്തിയിരുന്നു. തലസ്ഥാന നഗരിയായ ഹംപിയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതോടൊപ്പം കോട്ടകളും കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും പണി കഴിപ്പിച്ചിരുന്നു. മതസഹിഷ്ണുതയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രശസ്തിക്ക് മറ്റൊരു പ്രധാന കാരണം. എല്ലാ മതങ്ങളെയും ഒരേപോലെ പരിഗണിക്കുകയും വിവിധ മതസ്ഥർക്ക് അവരുടേതായ വിശ്വാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അനുവദിക്കുകയും ചെയ്തിരുന്നു. കൃഷ്ണദേവരായരുടെ കാലത്ത് കല, സാഹിത്യ, സാംസ്കാരിക മേഖലകളും ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചിരുന്നു. അസാമാന്യമായ പാണ്ഡിത്യമുണ്ടായിരുന്ന അദ്ദേഹം അമുക്തമാല്യത, ജാമ്പവതി കല്യാണം എന്നീ കൃതികൾ രചിച്ചിട്ടുണ്ട്. തെലുങ്ക്, കന്നഡ, തമിഴ് സാഹിത്യങ്ങളെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നു. അഷ്ടദിഗ്ഗജങ്ങൾ എന്നറിയപ്പെട്ടിരുന്ന പണ്ഡിതർ കൃഷ്ണദേവരായരുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്നു. ഇനി അടുത്തതായിട്ടൊരു കുറിപ്പ് തയ്യാറാക്കാനാണ്. അക്ബറിന്റെയും കൃഷ്ണദേവരായരുടെയും മതനയം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അക്ബർ മതനയം. മുഗൾ ചക്രവർത്തിയായ അക്ബർ തന്റെ മതപരമായ നയങ്ങൾക്കും അതിനോടുള്ള ലിബറൽ ആശയങ്ങൾക്കും പേരുകേട്ടവനായിരുന്നു. വ്യത്യസ്ത വിശ്വാസത്തിലുള്ള ആളുകൾക്കിടയിൽ പരസ്പര ധാരണ നിലനിർത്താൻ സഹായിച്ച ഒരു നയമാണ് അദ്ദേഹം സ്വീകരിച്ചത്. അക്ബർ അവതരിപ്പിച്ച നയം എല്ലാ മതങ്ങളെയും ബഹുമാനത്തോടെയും തുല്യതയോടെയും പരിഗണിച്ചു. വ്യത്യസ്ത വിശ്വാസത്തിലുള്ള ആളുകൾക്കിടയിൽ സമാധാനവും ഐക്യവും നിലനിർത്താൻ അദ്ദേഹം എപ്പോഴും ശ്രമിച്ചു. എല്ലാ മതങ്ങളിൽ നിന്നുമുള്ള എല്ലാ പൊതു തത്വങ്ങളും ഉൾക്കൊള്ളുന്ന ദിൻ ഇ ഇലാഹി എന്ന പുതിയ മതവും അദ്ദേഹം സ്ഥാപിച്ചു. അക്ബറിന്റെ കാലത്ത് മതസൗഹാർദ്ദത്തിനായി സ്വീകരിച്ച പ്രധാന നടപടികൾ വിശ്വാസം പരിഗണിക്കാതെ എല്ലാവരോടും പെരുമാറുക എന്നതായിരുന്നു. തന്റെ മുൻഗാമികൾ ഹിന്ദുക്കളോട് ചെയ്ത അനീതി അക്ബർ കണ്ടു. ഹിന്ദുക്കളുടെ മേലുള്ള നികുതി നിർത്തലാക്കൽ, ഉയർന്ന തസ്തികകളിൽ ഹിന്ദുക്കളെ നിയമിക്കൽ, ഹിന്ദു കുടുംബങ്ങളുമായി സഖ്യമുണ്ടാക്കൽ, ഏറ്റവും പ്രധാനമായി എല്ലാവർക്കും ആരാധനാ സ്വാതന്ത്ര്യം അനുവദിക്കൽ തുടങ്ങിയ എല്ലാ പ്രശ്നങ്ങളും അദ്ദേഹം പരിഹരിച്ചു. അക്ബറിന്റെ മതപരമായ നയങ്ങൾ കാരണം വ്യത്യസ്ത വിശ്വാസങ്ങളിലുള്ള ആളുകൾ അദ്ദേഹത്തെ വിശ്വസിക്കുകയും അദ്ദേഹത്തെ യഥാർത്ഥത്തിൽ രാജാവായി അംഗീകരിക്കുകയും ചെയ്തു. മതപരമായ നയങ്ങളുടെ സ്വാധീനം വളരെ വലുതായിരുന്നു. അത് സാമ്രാജ്യം ശക്തമാകാൻ അനുവദിച്ചു. സാംസ്കാരിക ഐക്യം ഉയർന്നു വന്നു. വ്യത്യസ്ത വിശ്വാസത്തിലുള്ള ആളുകൾക്കിടയിൽ ഒരു സൗഹൃദ അന്തരീക്ഷം വളർന്നു. എല്ലാ ജനങ്ങളും അക്ബറിനെ ദേശീയ രാജാവായി കണക്കാക്കി. കൃഷ്ണദേവരായരുടെ മതനയം. കൃഷ്ണദേവരായരുടെ മതനയം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുകയും എല്ലാ മതങ്ങളെയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണത്തിൽ മതപരമായ കാര്യങ്ങളിൽ സഹിഷ്ണുതയും സമാധാനവും നിലനിർത്താൻ ശ്രമിച്ചു. അദ്ദേഹം അഹിന്ദവനായിരുന്നെങ്കിലും മറ്റു മതങ്ങളെയും അദ്ദേഹം ബഹുമാനിച്ചിരുന്നു. ക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയും ആരാധനാലയങ്ങളെ സംരക്ഷിക്കുകയും ചെയ്തു. മുസ്ലിം പള്ളികൾക്ക് അദ്ദേഹം ഭൂമി ദാനം ചെയ്യുകയും അവരുടെ ആരാധനാലയങ്ങളെ സംരക്ഷിക്കുകയും ചെയ്തു. ഇനി ഭരണ സംവിധാനത്തെക്കുറിച്ച് നോക്കാം. വിജയനഗര ഭരണത്തിലും രാജവാഴ്ചയാണ് നിലനിന്നിരുന്നത്. ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ മണ്ഡലങ്ങൾ, പ്രവിശ്യകൾ, നാടുകൾ, ജില്ലകൾ, സ്ഥലം, ഉപജില്ലകൾ, ഗ്രാമങ്ങൾ എന്നിങ്ങനെ വിഭജിച്ചിരുന്നു. രാജാവിനെ സഹായിക്കാൻ മന്ത്രിസഭ ഉണ്ടായിരുന്നു. മന്ത്രിമാരെ തരം താഴ്ത്തുന്നതിനും ശിക്ഷിക്കാനുമുള്ള അധികാരം രാജാവിനുണ്ടായിരുന്നു. നീതി നിർവഹണത്തിനായി വിവിധ തലങ്ങളിൽ കോടതികൾ സ്ഥാപിച്ചിരുന്നു. അപ്പീൽ അധികാരി രാജാവ് തന്നെയായിരുന്നു. ചെറിയ കുറ്റങ്ങളും തൊഴിൽപരമായ പ്രശ്നങ്ങളും ഗ്രാമങ്ങളിലെ കോടതികൾ തന്നെ കൈകാര്യം ചെയ്തിരുന്നു. വിജയനഗരത്തിലെ ഭരണ സംവിധാനത്തിൽ പ്രധാന പങ്ക് വഹിച്ചവരായിരുന്നു നായകന്മാരും അമരനായകന്മാരും. സൈനിക മേധാവികൾ അമരനായകന്മാർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. രാജാക്കന്മാർ ഇവർക്കായി ഭൂപ്രദേശങ്ങൾ അനുവദിച്ച് നൽകിയിരുന്നു. ഈ പ്രദേശങ്ങൾ അമര എന്ന പേരിൽ അറിയപ്പെട്ടു. അമരത്തിന്റെ ഭരണം നിർവഹിച്ചിരുന്നത്
അമരനായകന്മാരായിരുന്നു. ഈ പ്രദേശങ്ങളുടെ നികുതി പിരിക്കുന്നതിനുള്ള അവകാശം അമരനായകന്മാർക്കായിരുന്നു. അമരനായകർ രാജാവിന് ഒരു നിശ്ചിത തുക നൽകിയിരുന്നു. ഇവർ നിശ്ചിത എണ്ണം കാലാളുകൾ, കുതിരകൾ, ആനകൾ എന്നിവ നിലനിർത്തിയിരുന്നു. ഈ വ്യവസ്ഥയെ അമരനായക സംവിധാനം എന്നാണ് വിളിച്ചിരുന്നത്. ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ. മാൻ സബ്ദാരി അമരനായക സമ്പ്രദായങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്ത് പട്ടികപ്പെടുത്തുക. എന്തൊക്കെയാണ് മാൻ സബ്ദാരി അമരനായക സമ്പ്രദായങ്ങൾ? ഇവ തമ്മിൽ താരതമ്യം ചെയ്ത് പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. മൻ സബ്ദാരി സമ്പ്രദായം എന്താണ്? മുഗൾ കാലഘട്ടത്തിൽ രാജ്യം വിപുലമാക്കുന്നതിനും വിസ്തൃതമാക്കപ്പെട്ട രാജ്യം നിലനിർത്തുന്നതിനും ശക്തമായ സൈന്യം ആവശ്യമായിരുന്നു. ഇതിനുവേണ്ടി അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായമാണ് മാൻ സബ്ദാരി. ഈ സമ്പ്രദായം അനുസരിച്ച് ഓരോ ഉദ്യോഗസ്ഥന്റെയും കീഴിൽ ഒരു സൈനിക വ്യൂഹം ഉണ്ടായിരിക്കും. ഓരോ ഉദ്യോഗസ്ഥനും നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണത്തെയാണ് മാൻ സബ് എന്ന പദവി സൂചിപ്പിക്കുന്നത്. നിലനിർത്തേണ്ട സൈനികരുടെ എണ്ണത്തിനനുസരിച്ചായിരുന്നു മാൻ സബ്ദാരുടെ പദവി നിശ്ചയിച്ചിരുന്നത്. മാൻ സബ്ദാർമാർക്ക് അവരുടെ പദവിക്കനുസരിച്ച് ഭൂമി പതിച്ചു നൽകിയിരുന്നു. ഈ ഭൂമിയിൽ നിന്ന് നികുതി പിരിച്ചാണ് അവർ സൈന്യത്തെ നിലനിർത്തിയിരുന്നത്. അമരനായക സമ്പ്രദായം. വിജയനഗരത്തിലെ സൈനിക മേധാവികൾ അമരനായകന്മാർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. രാജാക്കന്മാർ ഇവർക്കായി ഭൂപ്രദേശങ്ങൾ അനുവദിച്ച് നൽകിയിരുന്നു. ഈ പ്രദേശങ്ങൾ അമര എന്ന പേരിൽ അറിയപ്പെട്ടു. അമരത്തിന്റെ ഭരണം നിർവഹിച്ചിരുന്നത് അമരനായകന്മാരായിരുന്നു. ഈ പ്രദേശങ്ങളുടെ നികുതി പിരിക്കുന്നതിനുള്ള അവകാശം അമരനായകന്മാർക്കായിരുന്നു. അമരനായകർ രാജാവിന് ഒരു നിശ്ചിത തുക നൽകിയിരുന്നു. ഇവർ നിശ്ചിത എണ്ണം കാലാളുകൾ, കുതിരകൾ, ആനകൾ എന്നിവ നിലനിർത്തിയിരുന്നു. ഈ വ്യവസ്ഥയെ അമരനായക സംവിധാനം എന്നാണ് വിളിച്ചിരുന്നത്. സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി. വിവിധ ജാതി മത വിഭാഗങ്ങൾ ഉൾപ്പെട്ടതായിരുന്നു വിജയനഗര സമൂഹം. ബ്രാഹ്മണർക്കായിരുന്നു സമൂഹത്തിൽ മേധാവിത്വം ഉണ്ടായിരുന്നത്. ക്ഷേത്രങ്ങൾക്ക് അനുവദിച്ചിരുന്ന ഭൂമിയിൽ നിന്നുള്ള വരുമാനം ഇവർക്ക് അവകാശപ്പെട്ടതായിരുന്നു. ക്ഷേത്രങ്ങളിലെ പൂജാതി കർമ്മങ്ങൾ, മതപരമായ ചടങ്ങുകൾ തുടങ്ങിയവയ്ക്ക് നേതൃത്വം നൽകിയിരുന്നത് ബ്രാഹ്മണരായിരുന്നു. സമൂഹത്തിലെ മറ്റു വിഭാഗങ്ങൾ കൃഷി, കച്ചവടം, കൈത്തൊഴിലുകൾ തുടങ്ങിയ മേഖലകളിലാണ് മുഖ്യമായും ഏർപ്പെട്ടിരുന്നത്. രാജകൊട്ടാരത്തിൽ രാജകീയ കണക്കുകൾ തയ്യാറാക്കാനും പൂന്തോട്ടം അലങ്കരിക്കാനും രാജാക്കന്മാർ സ്ത്രീകളുടെ സേവനം ഉപയോഗപ്പെടുത്തിയിരുന്നു. സമ്പന്നരുടെ ഇടയിൽ ബഹുഭാര്യത്വം നിലനിന്നിരുന്നു. ശൈശവ വിവാഹം, സതി സമ്പ്രദായം എന്നിവയും സമൂഹത്തിൽ കാണപ്പെട്ടിരുന്നു. മുന്നോട്ടു പോകുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ വിശാലവും മനോഹരമായ ഒരു തെരുവുണ്ട്. ഈ തെരുവിൽ നിരവധി വ്യാപാരികൾ ജീവിക്കുന്നു. അവിടെ നിങ്ങൾക്ക് മാണിക്യക്കല്ലുകളും മാരതകങ്ങളും പവിഴങ്ങളും മുത്തുകളും തുണിത്തരങ്ങളും വിൽപ്പനക്ക് വച്ചിരിക്കുന്നത് കാണാം. അവിടെ കുതിരകൾ, ഓറഞ്ച്, മുന്തിരി, തടൈ തുടങ്ങിയവയെല്ലാം വിൽക്കുന്നു. ആരാണ് പറയുന്നത്? ഡൊമിംഗോ പയസ്. വിജയനഗരം സന്ദർശിച്ച ഒരു പോർച്ചുഗീസ് സഞ്ചാരിയുടെ ഒരു ചെറിയൊരു കുറിപ്പാണിത്. ഇനി നോക്കൂ, മുകളിൽ നൽകിയിട്ടുള്ള സഞ്ചാരക്കുറിപ്പ് വായിച്ചുവല്ലോ. വിജയനഗരത്തിന്റെ പ്രൗഢി ആ രാജ്യം സന്ദർശിച്ച ഒട്ടേറെ സഞ്ചാരികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജനങ്ങളുടെ പ്രധാന തൊഴിൽ കൃഷിയായിരുന്നു. സിൽക്ക്, പരുത്തി വസ്ത്രങ്ങളാണ് സാധാരണയായി ഉപയോഗിച്ചിരുന്നത്. വിജയനഗരത്തിന്റെ ചുറ്റുമുള്ള വരണ്ടു കിടക്കുന്ന പ്രദേശങ്ങളെ ജലസേചന യോഗ്യമാക്കി. 15-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കമലാപുരം കുളവും ഹിരിയ കനാലും തുംഗഭദ്ര നദിക്ക് കുറുകെ കെട്ടിയ അണക്കെട്ടും കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തി. ഭൂമി സർവേ ചെയ്ത് ഗുണനിലവാരം അനുസരിച്ച് നികുതി നിശ്ചയിച്ചിരുന്നു. ഭൂനികുതിക്ക് പുറമെ തൊഴിൽ നികുതി, വീട്ടുനികുതി, വിവിധ തരത്തിലുള്ള ലൈസൻസ് ഫീസുകൾ, കോടതി ശിക്ഷ അനുസരിച്ചുള്ള പിഴകൾ എന്നിവയായിരുന്നു ഗവൺമെന്റിന്റെ പ്രധാന വരുമാന മാർഗങ്ങൾ. വിജയനഗരം ഒരു വലിയ വ്യാപാര കേന്ദ്രമായി വികാസം പ്രാപിച്ചു. ഇന്ത്യയുടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വ്യാപാരികൾ പേരുകേട്ട വിജയനഗരത്തിൽ എത്തിച്ചേർന്നിരുന്നു. ഭരണാധികാരികൾ വിദേശ വ്യാപാരത്തിന് വളരെയേറെ പ്രോത്സാഹനം നൽകി. പോർച്ചുഗീസുകാർക്കും അറബികൾക്കുമായിരുന്നു വിദേശ വ്യാപാരത്തിന്റെ കുത്തക ഉണ്ടായിരുന്നത്. ചൈന, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളുമായും വ്യാപാരം നടന്നിരുന്നു. അറേബ്യ, മധ്യേഷ്യ എന്നിവിടങ്ങളിൽ നിന്നും കൊണ്ടുവന്നിരുന്ന കുതിരകളുടെ കച്ചവടം പ്രധാനമായും നടത്തിയിരുന്നത് അറബികളായിരുന്നു. കുതിരകൾ കച്ചവടത്തിലെ ഒരു പ്രധാന ഇനമായിരുന്നു. കുതിര കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്ന പ്രാദേശിക കച്ചവടക്കാർ കുതിരച്ചെട്ടികൾ എന്നറിയപ്പെട്ടു. കാലക്രമേണ അറബികളെ പിന്തള്ളി പോർച്ചുഗീസുകാർ ഈ കച്ചവടത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. വ്യാപാരത്തിൽ നിന്നുള്ള വരുമാനം രാഷ്ട്രത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തി. നഗരത്തിൽ നിന്നും ലഭിച്ച ചൈനീസ് മൺപാത്രങ്ങൾ ചൈനയുമായുള്ള കച്ചവട ബന്ധത്തെ സൂചിപ്പിക്കുന്നു. സാംസ്കാരികം. അപ്പോൾ ഇവിടെ 2 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഹസാര രാമക്ഷേത്രത്തിന്റെയും അതുപോലെ തന്നെ വിത്താല രാമക്ഷേത്രത്തിന്റെയും ചിത്രങ്ങളാണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത്.
വിജയനഗര കാലഘട്ടത്തിൽ സാംസ്കാരിക രംഗവും വലിയ പുരോഗതി കൈവരിച്ചു. വേദങ്ങളുടെയും ശാസ്ത്രങ്ങളുടെയും പഠനത്തിനു വേണ്ടി നിരവധി പാഠശാലകൾ സ്ഥാപിച്ചിരുന്നു. കല, വാസ്തുവിദ്യ, ശില്പകല, സാഹിത്യം, സംഗീതം തുടങ്ങിയ മേഖലകളിൽ വിജയനഗര കാലത്ത് അത്ഭുതപൂർവമായ വളർച്ചയുണ്ടായി. കൃഷ്ണദേവരായരെ പോലുള്ള രാജാക്കന്മാർ കലയുടെ സാഹിത്യത്തിന്റെയും സംരക്ഷകരായിരുന്നു. ദ്രാവിഡ ശില്പരീതിയാണ് അന്ന് കൂടുതലായും പ്രാബല്യത്തിലുണ്ടായിരുന്നത്. ഗോപുരങ്ങൾ എന്നറിയപ്പെടുന്ന ഭീമാകാരങ്ങളായ ക്ഷേത്ര കവാടങ്ങളാണ് വിജയനഗര ശില്പകലയുടെ മറ്റൊരു പ്രധാന സവിശേഷത. സാഹിത്യരംഗവും ഇക്കാലത്ത് വളരെയധികം പുരോഗതി കൈവരിച്ചു. തെലുങ്ക് സാഹിത്യമാണ് ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ചത്. കൂടാതെ നിരവധി സംസ്കൃത കൃതികൾ വിവിധ പ്രാദേശിക ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടതും ഈ കാലത്താണ്. ഇനി നമുക്കിതിലെ തുടർ പ്രവർത്തനങ്ങൾ നോക്കാം. ആദ്യത്തേത്, വിജയനഗര ഭരണകാലത്തെ സാംസ്കാരിക സംഭാവനകൾ സംബന്ധിച്ച ചിത്രങ്ങൾ ശേഖരിച്ച് ഒരു ഡിജിറ്റൽ ആൽബം തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിജയനഗര ഭരണകാലത്തെ സാംസ്കാരിക സംഭാവനകൾ സംബന്ധിച്ചിട്ടുള്ള ചിത്രങ്ങൾ ശേഖരിക്കുക, എന്നിട്ടൊരു ഡിജിറ്റൽ ആൽബം തയ്യാറാക്കിയിട്ട് ക്ലാസ്സിൽ അവതരിപ്പിക്കുക. അടുത്തത്, അക്ബർ, കൃഷ്ണദേവരായർ എന്നിവരുടെ കാലഘട്ടത്തിൽ വിവിധ മേഖലകളിൽ കൈവരിച്ച നേട്ടങ്ങൾ മാതൃകാപരമായിരുന്നു. തന്നിട്ടുള്ള സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഇവരുടെ സംഭാവനകൾ താരതമ്യം ചെയ്ത് സെമിനാർ സംഘടിപ്പിക്കാനാണ്. ഇപ്പൊ താഴെ സൂചനകൾ തന്നിട്ടുണ്ട്. എന്താണ്? ഭരണരീതി, സമ്പത്ത്, സംസ്കാരം, നീതിന്യായം വെച്ചിട്ടൊരു ഒരു സെമിനാർ സംഘടിപ്പിക്കുക. ഭരണം വ്യവസ്ഥാപിതമാക്കി വിശാലമായ സാമ്രാജ്യത്തെ നിയന്ത്രിച്ചതാണ് അക്ബറിന്റെ മഹത്വത്തിന് നിദാനം. രാജ്യത്തെ 18 സൂബകളാക്കി സ്റ്റേറ്റാക്കിയിട്ട് വിഭജിച്ചു. ഓരോ സൂബകളിലും ഗവർണർമാരെയും നിശ്ചയിച്ചു. ഭരണത്തിന്റെ തലപ്പത്ത് ചക്രവർത്തി തന്നെ. താഴെ പ്രധാനമന്ത്രി, വക്കീലും ധനകാര്യമന്ത്രി, വസീറും. സൈന്യത്തെ 3 വിഭാഗമാക്കി. 1 വ്യവസ്ഥാപിത സൈന്യം. ഇത് ചക്രവർത്തിയുടെ കൂടെ തലസ്ഥാനത്തുണ്ടായിരിക്കും. 2 ഉദ്യോഗസ്ഥരെയും മറ്റു സഹായിക്കാനുള്ള മൻസിബുദാരികളുടെ സൈന്യം. 3 ഹിന്ദു സാമാന്ത രാജ്യങ്ങളുടെ സൈന്യം. ഉദ്യോഗസ്ഥർ മൻസബ്ദാർ എന്ന പേരിൽ അറിയപ്പെട്ടു. ഇവരെ 33 വിഭാഗങ്ങളാക്കി തിരിച്ചു. ദസ് ഹസാരിയാണ് ഉയർന്ന വിഭാഗം, ദസ് താഴ്ന്ന വിഭാഗവും. റവന്യൂ സമ്പ്രദായം വ്യവസ്ഥാപിതമാക്കി. കൃഷിയും കച്ചവടവും പ്രോത്സാഹിപ്പിച്ച അക്ബർ ഭരണം ജനകീയമാക്കി. അക്ബർ നിരക്ഷരനായിരുന്നുവെന്ന് കൊട്ടാര ചരിത്രകാരർ അബുൽ ഫസൽ പറയുന്നുണ്ട്. എന്നാൽ വിജ്ഞാനവും സാഹിത്യവും ഇക്കാലത്ത് പൂത്തുലഞ്ഞു നിന്നു. ഇന്ത്യയിലെ മറ്റൊരു ചക്രവർത്തിയുടെ കാലത്തും സാഹിത്യ വിജ്ഞാനീയം ഇത്രമേൽ വികാസം കൊണ്ടിട്ടില്ല. ആഗ്ര കോട്ട, ഫത്തേപൂർ സിക്രി, ഹുമയൂൺ കല്ലറ, ലാഹോർ, ശ്രീനഗർ കോട്ടകൾ തുടങ്ങിയവ ശില്പകലയുടെ മകുടോദാഹരണങ്ങളായി പരിലസിക്കുന്നു. അറബി, സംസ്കൃതം, ഗ്രീക്ക് ഭാഷകളിലെ ഒട്ടുമിക്ക ഗ്രന്ഥങ്ങളും പേർഷ്യനിലാക്കിയതും അക്ബറിന്റെ നിർദ്ദേശമനുസരിച്ചാണ്. വിജയനഗര സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രസിദ്ധനായ ഭരണാധികാരിയായിരുന്നു കൃഷ്ണദേവരായർ. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് സാമ്രാജ്യം വലിയ വളർച്ചയും ഐശ്വര്യവും നേടി. സാമ്പത്തികമായും സാംസ്കാരികമായും അദ്ദേഹം നിരവധി സംഭാവനകൾ നൽകിയിട്ടുണ്ട്. കൃഷ്ണദേവരായരുടെ ഭരണത്തിലെ പ്രധാന സാമ്പത്തിക നേട്ടങ്ങൾ താഴെ പറയുന്നവയാണ്. വിജയകരമായ വാണിജ്യ ബന്ധങ്ങൾ. കൃഷ്ണദേവരായർ പോർച്ചുഗീസുകാരുമായി നല്ല ബന്ധം സ്ഥാപിച്ചു. ഇത് വ്യാപാരത്തിൽ വലിയ പുരോഗതിക്ക് വഴിയൊരുക്കി. നികുതി പരിഷ്കാരങ്ങൾ. അദ്ദേഹം നികുതി സമ്പ്രദായത്തിൽ പല പരിഷ്കാരങ്ങളും വരുത്തി. ഇത് കർഷകർക്കും വ്യാപാരികൾക്കും ആശ്വാസകരമായിരുന്നു. ജലസേചന സൗകര്യങ്ങൾ. കനാൽ നിർമ്മാണവും ജലസേചന സൗകര്യങ്ങളും അദ്ദേഹം മെച്ചപ്പെടുത്തി. ഇത് കാർഷിക ഉൽപാദനം വർദ്ധിപ്പിച്ചു. നഗരങ്ങളുടെ വളർച്ച. വിജയനഗരം ഒരു പ്രധാന വാണിജ്യ കേന്ദ്രമായി വളർന്നു. നിരവധി പുതിയ കെട്ടിടങ്ങളും ആരാധനാലയങ്ങളും നിർമ്മിക്കപ്പെട്ടു. കലക്കും സാഹിത്യത്തിനും പ്രോത്സാഹനം. അദ്ദേഹം സാഹിത്യകാരന്മാർക്കും കലാകാരന്മാർക്കും വലിയ പ്രോത്സാഹനം നൽകി. അദ്ദേഹത്തിന്റെ സദസ്സിൽ അഷ്ടദിഗ്ഗജങ്ങൾ എന്നറിയപ്പെടുന്ന 8 പ്രമുഖ പണ്ഡിതന്മാർ ഉണ്ടായിരുന്നു. കൃഷ്ണദേവരായരുടെ ഭരണത്തിലും സാമ്പത്തികപരമായ കാര്യങ്ങളിൽ വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ ഫലമായി വിജയനഗരം ഒരു വലിയ സാമ്രാജ്യമായി വളർന്നു. വാണിജ്യപരമായും സാംസ്കാരികപരമായും അഭിവൃദ്ധി പ്രാപിച്ചു. ഇനി അടുത്ത് നോക്കൂ, മുഗൾ വിജയനഗര ഭരണ സമ്പ്രദായങ്ങളെ പൊതു സവിശേഷതകൾ താരതമ്യം ചെയ്ത് പട്ടിക പൂർത്തിയാക്കുക. ഇവിടെ മുഗൾ ഭരണം എന്നും വിജയനഗര ഭരണം എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ സവിശേഷതകൾ താരതമ്യം ചെയ്തിട്ട് പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടിലും തന്നിട്ടുണ്ട്? രാജവാഴ്ചയാണ് അല്ലേ. പിന്നെ ബാക്കി എന്തൊക്കെ സവിശേഷതയാണ്? മുഗൾ ഭരണത്തിൽ മൻസബ്ദാരിയായിരുന്നു. വിജയനഗര ഭരണത്തിൽ അമരനായക സമ്പ്രദായം. അതുപോലെ തന്നെ മുഗൾ ഭരണം, മതസഹിഷ്ണുത, ഉറുദു ഭാഷയുടെ വികാസം, ഇൻഡോ പേർഷ്യൻ നിർമ്മാണ ശൈലി. വിജയനഗര ഭരണത്തിൽ മതസഹിഷ്ണുതയുണ്ട്. സംസ്കൃത ഭാഷയുടെ വികാസമായിരുന്നു. അതുപോലെ തന്നെ ദ്രാവിഡ നിർമ്മാണ ശൈലി. അടുത്തത് നോക്കൂ, മുഗൾ ഭരണകാലത്ത് വിവിധ മേഖലകളിലുണ്ടായ സമന്വയത്തെ സംബന്ധിച്ച് ചിത്രങ്ങൾ ശേഖരിച്ച് ക്ലാസ്സിൽ അവതരണം നടത്തുക. അപ്പോൾ നിങ്ങൾ ചിത്രങ്ങൾ ശേഖരിച്ചിട്ട് ക്ലാസ്സിൽ അവതരണം നടത്തേണ്ടതാണ്. അത് ചെയ്യുമല്ലോ അല്ലേ മക്കളെ? അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ ഒരു പാഠഭാഗത്തിൽ വരുന്ന പ്രവർത്തനങ്ങളും അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനൊക്കെ എല്ലാ മക്കൾക്കും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പാഠഭാഗം നന്നായിട്ട് വായിക്കുക, പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാം കേട്ടോ.
അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന മക്കൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാ മക്കൾക്കും ഓൾ ദി ബെസ്റ്റ്. ഗുഡ് ബൈ.